ഹലോ, നമസ്കാരം ചേട്ടാ. അപ്പോൾ ഇന്ന് സൺഡേ, നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ബിരിയാണി വയ്ക്കാൻ വെച്ചു. അപ്പോൾ ബിരിയാണി വയ്ക്കുന്നത് വൈഫാണ്, ചിക്കൻ സെറ്റ് ചെയ്യണത് ഞാനാണ്. അപ്പോൾ ഞാനൊരു ആന്ധ്ര സ്റ്റൈലാണ് പിടിക്കണത്. കാരണം എൻ്റെ റൂമിൽ വർക്ക് ചെയ്യുന്ന പയ്യൻ ആന്ധ്രക്കാരനാണ്. അപ്പോൾ അവൻ്റെതായ ഒരു സ്റ്റൈൽ ഞാൻ പിടിക്കാൻ വെച്ചു ചിക്കൻ. അപ്പോൾ ബിരിയാണി വൈഫ് അറ്റൻഡ് ചെയ്യുന്നു, ചിക്കൻ ഞാൻ പിടയ്ക്കണം. അപ്പോൾ അവൻ വയ്ക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ വെച്ചാൽ മസാല കൂട്ടിയിട്ടാണല്ലോ. അപ്പോൾ സവാള വാട്ടി, പച്ചമുളക്, ഇഞ്ചി ഇട്ട്, മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വെക്കുക. അവരവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വെക്കുന്നത് തന്നെയാണെങ്കിൽ സവാള വാട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഇടും. ചിക്കൻ ഇട്ടൊരു ഭാഗം വേവാകുമ്പോഴാണ് മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ തട്ടുക. അപ്പോൾ ആ മോഡലാണ് നമ്മൾ പടയ്ക്കണത്. അപ്പോൾ ഏകദേശം ചിക്കൻ സെറ്റായിക്കൊണ്ടിരിക്കണു. മുളകും മല്ലിയൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താവും എങ്ങനെയാവുന്നൊന്നും ഇപ്പോൾ ഐഡിയ ഇല്ല ചേട്ടാ. അപ്പോൾ റൈസ് ഒരു വഴി കൂടെ നടക്കുന്നുണ്ട്. റൈസ് ഇട്ടു, ഇപ്പോൾ അത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. ചിക്കൻ വേറെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, തിളച്ച് പൊങ്ങിയായി നിൽക്കുന്നുണ്ട്. ഇപ്പം തിളക്കി നല്ലൊരു മണക്കെ വരുന്നുണ്ട്. കഴിക്കുമ്പോൾ എന്താവുന്ന കോമഡി ആവുമെന്ന് കണ്ടറിയാം. റൈസും അതുമായി ശേഷം തിളച്ചു തുടങ്ങി. കുറച്ച് കളർ ഇടണം, അതിനകത്ത് കുറച്ച് യെല്ലോ പൗഡർ കലക്കി ഒഴിച്ച് ചെറിയൊരു കളർ കൊടുക്കണം. ഭംഗിയാക്കാനായിട്ട് പകുതി യെല്ലോയും പകുതി വൈറ്റായിട്ട് നിൽക്കും, ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഏതാണ്ട് ബിരിയാണി സെറ്റായിട്ടുണ്ട്, കളറൊക്കെ ഓക്കെയാണ്. മേലെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തട്ടാം. പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസിൽ ഒഴിച്ചു കൊടുക്കാം, ഒരു നല്ലൊരു മണം കിട്ടാനായിട്ട്. സംഭവം കാണുമ്പോൾ കളറാണ്, കഴിക്കുമ്പോൾ എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. അപ്പോൾ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്, ബിരിയാണി സെറ്റായിട്ടുണ്ട്. കൂട്ടത്തിൽ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് സർലാസ് ആവശ്യമാണ്. സർലാസ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഭംഗിയായിട്ടുണ്ട്, കാണുമ്പോൾ ഭംഗിയായിട്ടുണ്ട്. കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ.